ഹലോ, ജുബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് തേങ്ങ വറുത്തരച്ച വെണ്ടക്ക കറി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. ആദ്യം കുറച്ചൊരു 200 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എണ്ണയൊന്നുമില്ല, അതിൻ്റെ ആ ഒരു കൊഴുപ്പ് മാറിക്കിട്ടാണ് കേട്ടോ. എന്നിട്ട് നാടൻ സ്റ്റൈലുള്ളൊരു വെണ്ടക്ക കറി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, അരക്കപ്പ് തേങ്ങ, വലിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില കേട്ടോ. ഒരു പാനിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വറുക്കണ്ട. അതൊരു മാക്സിമം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ചെറിയൊരു കളറ് വേണേനും. എന്നിട്ട് നല്ലോണം ഒന്ന് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടൊന്ന് വറുത്തെടുത്ത് നമുക്കത് ചൂടാറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ വെണ്ടക്ക കറി നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എൻ്റെ രീതിയിലുള്ളൊരു വെണ്ടക്ക കറി കേട്ടോ. മൺചട്ടിയിലാട്ടോ വെക്കുന്നത്. മൺചട്ടി എടുത്ത് അതിലേക്ക് കുറച്ചൊരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. മുളകും പൊടി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. ഞാനെന്തായാലും 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളകല്ല, 3 പച്ചമുളക് കേട്ടോ. എന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച് വെണ്ടക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പുളി, നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്തായാലും തക്കാളിയുടെ പുളി മാത്രം കിട്ടില്ല, അപ്പോൾ കുറച്ച് പുളി ഒരു ഇച്ചിരി മതി കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുക. അത് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഒരു ലൂസാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് വറവിടാം. കടുകൊന്നുമല്ല കേട്ടോ, ചെറിയ ഉള്ളി വെച്ചിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ വെണ്ടക്ക കറി. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ സ്റ്റൈലുള്ളൊരു വെണ്ടക്ക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീഫ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ഒലിവ് ഓയിൽ കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ചെറിയുള്ളി, വെളുത്തുള്ളി, നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ചെറിയുള്ളി അല്ല, വെളുത്തുള്ളിയും വലിയ ജീരകവും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിടാറുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അത് വെന്തതിന് ശേഷം ഇങ്ങനെ വറവിടുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ അത്. നമ്മൾ കറിവേപ്പിലയും ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയില്ല, കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് മുളകും പൊടി കേട്ടോ, കാശ്മീരി ചില്ലി നമ്മളെന്തായാലും വേവിക്കുമ്പോൾ ഇടുന്നുണ്ട്, എന്നാലും അധികം ഇടാറില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാറ് ചെയ്യാറ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ബീഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മളിതിലേക്ക് ഗരം മസാല ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരുപാട് ബീഫ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഉദയത്തിൻ്റെ ബീഫ് പെരുന്നാളിൻ്റെ. അത് ചിലവർ കുറേ ബീഫ് ചില്ലി ഉണ്ടാക്കി, കുറേ ബീഫ് അച്ചാറിട്ട് വെച്ചു, എന്നാലും ബാക്കിയുണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇത് നല്ലോണം വറ്റിച്ചെടുക്കണം കേട്ടോ. എനിക്ക് കറുത്ത കളറിലെ ബീഫ് കിട്ടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ വെള്ളത്തോടുക്കനുള്ള ബീഫ് ഒരു ഇതില്ലല്ലേ, അത് ചിലപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയൊക്കെ കുറച്ച് കറി വേണേനും. എന്നാലും നമ്മൾ ചോറിലൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബീഫല്ലേ ടേസ്റ്റ്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് കറുത്ത കളറാവണ വരെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. വെണ്ടക്ക കറി നല്ല ടേസ്റ്റിന് കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അറിയാത്തവർക്കാട്ടോ പറഞ്ഞു തരുന്നത്. ചിലർക്കൊക്കെ അധികം ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ വെണ്ടക്ക കറി ഉണ്ടാക്കുന്നത്. എന്തായാലും പുതിയ ആൾക്കാർക്ക് അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടക്ക കറിയാണ്. ബീഫും അതുപോലെ അടിപൊളിയാണ്.